നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കരുണയുടെ ആലയമാണ് കൊല്ലത്തുള്ള പത്തനാപുരം ഗാന്ധി ഭവൻ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്ക് സ്നേഹം വാരിക്കോരി നൽകുന്ന സ്നേഹരാജ്യം. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ഭൂമിക കൃഷിക്കുള്ളതാണ്. മത്സ്യങ്ങളും ആടുകളും കോഴികളും താറാവുകളും ചെണ്ടുമല്ലിപ്പൂക്കളും നിറഞ്ഞ സ്നേഹരാജ്യം. ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികൾക്ക് അത് ഔഷധം കൂടിയാണ്. ഉല്ലാസനിർഭരമായ അവരുടെ ലോകം ഇത്തവണ ഓണക്കാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്നും കാണാം. ഹരിതം സുന്ദരം. ഈ ഓണക്കാലത്ത് ഒരു സ്നേഹരാജ്യത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ. കരുണയുടെ തണൽ തേടി വന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവർ, ആശ്രയം തേടി വന്നവർ, ആശ്രയിക്കാനായി വന്നവർ, അങ്ങനെ അനേകായിരങ്ങൾ. എല്ലാവരും ഒരു സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ ഒരുമിച്ച് ഒറ്റ സമൂഹമായി. അങ്ങനെ അതാണ് ഗാന്ധി ഭവൻ. സ്നേഹത്തിൻ്റെ തണലും തണുപ്പുമാണ് ഏവർക്കും വേണ്ടത്. അതൊക്കെയും ആവോളം നൽകുന്നുണ്ട് ഗാന്ധി ഭവൻ. സുമനസ്സുകളുടെ കാരുണ്യം ഒരു നദി പോലെ ഒഴുകിയെത്തുന്നുണ്ട് ഇവിടെ. ഇത്തവണ ഗാന്ധി ഭവൻ കേരളത്തിന് മുന്നിൽ വെക്കുന്നത് ഒന്നാം തരം ഒരു ചെണ്ടുമല്ലിപ്പാടമാണ്. പച്ചക്കറിയോടൊപ്പം പൂക്കളും കൃഷി ചെയ്താണ് ഓണത്തെ വരവേൽക്കുവാനായി ഗാന്ധി ഭവൻ ഒരുങ്ങിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാന കൃഷി വകുപ്പ് കൂടി കൈകോർത്തപ്പോൾ അത് വിസ്തൃതമായ ചെണ്ടുമല്ലിപ്പാടമായി മാറുകയായിരുന്നു. കാലാവസ്ഥ വളരെയൊന്നും ചതിച്ചില്ല. എങ്കിലും അങ്ങിങ്ങ് മഴയുണ്ടായത് ചെണ്ടുമല്ലിയുടെ വളർച്ചയെ ചെറുതായി ബാധിച്ചിട്ടുണ്ട്. പത്തനാപുരം കൃഷി ഓഫീസർ സൗമ്യയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ഭിന്നശേഷി സ്കൂളിലെ കുട്ടികൾ ഒപ്പം കൂടി. ഒപ്പം ചിൽഡ്രൻ ഹോമിൻ്റെ ചെയർപേഴ്സൺ ഗീതയും ചേർന്നപ്പോൾ അത് വലിയൊരു കൂട്ടായ്മയുടെ സൗഹാർദ്ദമായി മാറുകയായിരുന്നു. 2 തരമുണ്ട് ഹൈബ്രിഡ് ചെണ്ടുമല്ലി. ഒന്ന് ഓറഞ്ച് പൂക്കൾ വിടർത്തുന്നവ, മറ്റേത് പീതവർണ്ണ പുഷ്പങ്ങൾ വിടർത്തുന്നവ. രണ്ടിനും സ്ഥാനമുണ്ടായിരുന്നു ഗാന്ധി ഭവനിൽ. മഴക്കാലത്ത് ഒന്നിരടമെന്ന രീതിയിലായിരുന്നു നനയ്ക്കായി സ്കൂളിലെ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒപ്പം ചേർന്നു. ഉത്സാഹഭരിതമായിരുന്നു ഗാന്ധി ഭവനിലെ വിളവെടുപ്പ്. വിളവെടുപ്പിന് നേതൃത്വം നൽകുവാൻ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി നേരിട്ടെത്തി. ഗാന്ധി ഭവനിലെ ഉദ്യോഗസ്ഥരും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും കുട്ടികളും ഒക്കെ ചേർന്നപ്പോൾ വിളവെടുപ്പ് കെങ്കേമമായി. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷിയുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചെണ്ടുമല്ലിയും വാടാമല്ലിയുമൊക്കെ നമ്മുടെ നാട്ടിലെ പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുക്കുന്നവരാണ്. അത് തടയിടാനാണ് പഞ്ചായത്തിൻ്റെ ശ്രമം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ഇപ്പോൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പത്തനാപുരത്ത് ഇപ്പം മാങ്കോട് ഉൾപ്പെടെ ഇപ്പോൾ ഗാന്ധി ഭവൻ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ചെണ്ടുമല്ലി കൃഷി വ്യാപിച്ചു കഴിഞ്ഞു. പത്തനാപുരം മറ്റൊരു പൂഗ്രാമമായി മാറുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഉള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 600-700 രൂപയ്ക്കായിരുന്നു 2 വർഷം മുമ്പ് നമ്മൾ പൂ വാങ്ങിയത് ഒരു അത്തക്കളത്തിന് വേണ്ടി. പക്ഷേ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കൃഷി വകുപ്പും ഇത്തരത്തിലുള്ള ഗാന്ധി ഭവനെ മറ്റു കുടുംബശ്രീ സംവിധാനത്തെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഏകദേശം 10 ഏക്കറിലോളം വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഈ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൂക്കൃഷി ചെയ്ത സമയത്ത് നമുക്ക് എല്ലാ ചെയ്ത സംഘങ്ങൾക്കെല്ലാം വലിയ ലാഭം കിട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്.
ഇതിനെ മുടക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂവിൻ്റെ വില വളരെ കുറച്ചിട്ട് പോലും നാട്ടിൽ മറ്റ് സംവിധാനങ്ങൾ സ്കൂളുകളും കോളേജുകളും എല്ലാം നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൃഷി കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വന്ന ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള സ്ഥിതി ഇപ്പോൾ നമുക്കുണ്ട്. ഈ പൂക്കൃഷി ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? പൂക്കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അവാർഡ് ഉൾപ്പെടെ മേടിച്ച് ആണ് പച്ചക്കറിയിൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയാണ് നമ്മുടെ സ്പെഷ്യൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് 140 പേര് പഠിക്കുന്ന സ്പെഷ്യൽ നമ്മൾ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഗാന്ധി ഭവനിലുണ്ട്. അവർക്കുൾപ്പെടെ ഈ പൂ വന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അതുകൊണ്ട് ഈ ഏക്കർ കണക്കിനുള്ള നമ്മുടെ മാങ്കോടത്തെ പൂപ്പാടം, ആ പൂപ്പാടം നിരവധി ആയിരക്കണക്കിന് പേരാണ് നമ്മളിൽ തോവാളത്തൊക്കെ പോകുന്നവരോട് വന്ന് ഫോട്ടോ എടുക്കാനും ഇതിനെ സംബന്ധിച്ച് പഠിക്കാനും ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നിരവധി പഞ്ചായത്തുകളാണ് ഇത് പഠിക്കുന്നതിന് വേണ്ടി തന്നെ പത്തനാപുരത്ത് വന്നതും. ഇത് ഇവിടെ അസാധ്യമെന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അത് നമുക്കും സാധ്യമാകുന്നു എന്ന് പഠിപ്പിക്കാനായിട്ട് ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂവിപണി ലക്ഷ്യമാക്കി അങ്ങിങ്ങി പൂക്കൃഷി നടത്തുന്നുണ്ട് പത്തനാപുരം. എല്ലാ പൂന്തോട്ടങ്ങൾക്കും നേതൃത്വം നൽകുന്നത് പത്തനാപുരം കൃഷിഭവൻ തന്നെ. കൃഷി ഓഫീസർ സൗമ്യ പ്രതികരിച്ചു. പത്തനാപുരം കൃഷി ഓഫീസർ സൗമ്യ ബി നായർ നമ്മോടൊപ്പം ചേരുകയാണ്. സൗമ്യയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സൗമ്യ. ഇപ്പോൾ ഈ പത്തനാപുരത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് മാങ്കോടും അതോടൊപ്പം തന്നെ ഇവിടെ ഗാന്ധി ഭവനിലും ഒക്കെ തന്നെ നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു. എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് മണ്ണ് പരിശോധന ഉൾപ്പെടെ നിങ്ങൾ ചെയ്തത് എന്തൊക്കെയാണ്? മണ്ണ് പരിശോധന അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മണ്ണ് പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നിലമൊരുക്കുന്നതിന് കുമ്മായം പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം അടിവളമായിട്ട് വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി തുടങ്ങുന്നത്. മികച്ച ഒരു ചെണ്ടുമല്ലിയുള്ള തൈകൾ എവിടെയാണ് സംഘടിപ്പിച്ചത്? നമ്മൾ പ്രധാനമായിട്ടും ഹൈടെക് നഴ്സറി കുണ്ടറയിൽ നിന്നാണ് തൈകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഓർബി ഇനത്തിൽപ്പെട്ട തൈകളാണ് അറേഞ്ച് ചെയ്തത്. ഇപ്പോഴത്തെ ഈ കൃഷിക്ക് നിങ്ങൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താ? മഴയായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ തൈകൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സ്റ്റേജിലൊക്കെ മഴ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തൈകൾ വേര് പിടിച്ച് കിട്ടുന്നതിനൊക്കെ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ സാധാരണ ഇതിൽ പൂക്കൃഷിക്ക് വളം വളരെ കുറവ് മതി, പക്ഷേ എങ്കിൽ പോലും ഫോളിയേജ് ആയിട്ടുള്ള ഇലയിൽ കൂടി നിൽക്കുന്ന വളങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? നമ്മൾ 19 സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലാണ് സ്പ്രേ ചെയ്തത്. കൂടാതെ മഗ്നീഷ്യം സൾഫേറ്റ് 3 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലും കാൽസ്യം നൈട്രേറ്റ് 5 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലും സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ ഇതിൽ ഒരു 65 പക്കമൊക്കെ പൂവിട്ട് തുടങ്ങിയാൽ സാധാരണ 1 കിലോ പൂവ് എന്നൊക്കെ പറയുന്ന ഒരു 30-35 പൂവുകൾ, പക്ഷെ ഇതിപ്പോൾ അല്പം വലിപ്പം കുറഞ്ഞു പോയി. അതെ, അത് മഴയായിരുന്നു പ്രധാന പ്രശ്നം. മഴ കാരണം നമ്മൾ കൊടുത്ത ഫോളിയറായിട്ട് കൊടുത്തതൊന്നും ചെടിക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായില്ല. ഇപ്പോൾ ഈ പൂക്കൾ ഇനി എവിടെ വിൽക്കാനാണ് പരിപാടി? ഇവിടുത്തെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ പൂപ്പാടങ്ങളിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡീലർമാരുമായിട്ട് പൂക്കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുമായിട്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗാന്ധി ഭവനിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് പ്രധാനമായിട്ട് ഈ കൃഷിയിൽ പങ്കാളികളായത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൊണ്ടുവരാനായിട്ട് ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പൂക്കൃഷി മാത്രമല്ല, പച്ചക്കറിക്കെല്ലാം ഗാന്ധി ഭവനിലെ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് അവിടെ രാവിലെയും വൈകുന്നേരവും അവരുടെ സ്കൂൾ ടൈം ഒഴികെയുള്ള സമയങ്ങളിൽ സജീവമായിട്ട് തന്നെ വരാറുണ്ട്. വെള്ളം ഒഴിക്കുന്നതിനായാലും ചെടിക്ക് വളം പ്രയോഗം ചെയ്യുന്നതിനും എല്ലാത്തിനും സജീവമായിട്ട് കുട്ടികളുടെ സാന്നിധ്യവും അതുവഴി അവർക്ക് കൂടുതൽ അവരുടെ ആരോഗ്യവും മാനസികമായിട്ടുള്ള ശേഷികളൊക്കെ മെച്ചപ്പെട്ടതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലിപ്പാടത്തിന്റെ ഓരം ചേർന്ന് തക്കാളി കൃഷിയുണ്ട്. ഇത്തവണ തക്കാളി ശിവമായിരുന്നു. ഹൈബ്രിഡ് തക്കാളിയാണ് ശിവം. മറ്റ് പരമ്പരാഗത തക്കാളിയിൽ നിന്ന് വ്യത്യസ്തമാണ് ശിവം തക്കാളി. തക്കാളിയെ ബാധിക്കുന്ന വാട്ടരോഗങ്ങൾ ശിവം തക്കാളിക്ക് തീരെയില്ല. ഏറിയാൽ 1.5 അടി പൊക്കമേ വരൂ. കുലനിറഞ്ഞ് കായ്ച്ചിറങ്ങുന്നവയാണ് ശിവം തക്കാളി. കൃത്യമായ റൗണ്ട് പരുവത്തിലാണ് തക്കാളി എത്തുക. അതുകൊണ്ട് തന്നെ ഏറെ ആകർഷകമാണ് തക്കാളി കാഴ്ച. തക്കാളിക്ക് വിളവെടുക്കുവാനായി ഭിന്നശേഷി കുട്ടികളുടെ നേതാവായ ശീതൽ എത്തി. പഞ്ചായത്ത് മെമ്പർമാരും ഒപ്പം ചേർന്നു. വിളവെടുപ്പുകൾക്ക് എല്ലാം നേതൃത്വം നൽകുവാൻ CEO ബി മോഹനും ഉദ്യോഗസ്ഥരായ ഭുവനേന്ദ്രനും സന്തോഷമൊക്കെ ഉണ്ട്. മുറനിറയെ തക്കാളി വിളവെടുത്താൽ അത് നേരെ ഗാന്ധിഭവനിലേക്ക് തന്നെ. അവിടത്തേക്ക് അന്നമൊരുക്കുവാൻ വേണ്ടിയാണ് തോട്ടത്തിൽ നിന്ന് ഉള്ളതെല്ലാം പോകുന്നത്. പത്തനാപുരം ഗാന്ധിഭവൻ്റെ ചിൽഡ്രൻസ് ഹോം മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗീത
ഒപ്പം ഉദ്യോഗസ്ഥരായ ഭുവനേന്ദ്രൻ, അതോടൊപ്പം തന്നെ സന്തോഷ് സാർ, പഞ്ചായത്ത് അംഗം വിജയ ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീം നമ്മോടൊപ്പം ഉണ്ട്. ചില വിശേഷങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. ഈ ചിൽഡ്രൻസ് ഹോമിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ നേരത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു മാനസിക ഉന്നമനത്തിനും അതോടൊപ്പം തന്നെ അവരുടെ വൈകല്യത്തിന് ഒരു എളിമ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയുള്ള കൃഷിയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും അവർക്ക് പുറത്ത് പോയി ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിൽ ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്ന നോർമൽ കുട്ടികളും ഉണ്ട്. ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പുറത്തു പോയി ഇതൊന്നും കാണാനൊക്കെയുള്ള സാധ്യതകൾ പരിമിതമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം അതുപോലെ നമുക്ക് മത്സ്യകൃഷിയുണ്ട്, ആടിൻ്റെ ഒരു ഫാമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ അവരുടെ ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാനും വളരെയധികം താല്പര്യമുള്ളതായിട്ടാണ് കാണുന്നത്. നേരിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? നേരിട്ടുള്ള അനുഭവമുണ്ട്. കാരണം അവർക്ക് ഈ തീറ്റ ഇതിന് കൊടുക്കുമ്പോഴും ഒക്കെ വളരെ നല്ലൊരു സന്തോഷമുള്ളതായിട്ടും അവർക്ക് അവരുടെ ആ ഊർജ്ജം ആ രീതിയിലേക്ക് വിനിയോഗിക്കാനും എല്ലാ കാര്യങ്ങളിലും വളപ്രയോഗത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഓർത്ത് വെച്ച് പിന്നെ അടുത്ത പ്രാവശ്യം അത് നോക്കാനും ഒക്കെ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ആശയം എങ്ങനെയാണ് നിങ്ങളിൽ ഉടലെടുത്തത്? ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് പല മേഖലകളിൽ നിന്നും കേട്ടറിഞ്ഞു. ഇതുപോലെ കൗമുദിയുടെയൊക്കെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമ്മൾ അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഈ ചാനലുകളിലൂടെയൊക്കെ പല മേഖലകളിലൂടെ കേട്ടറിഞ്ഞൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ നമ്മൾ ഒരു എത്ര നേരം ഇതിനു വേണ്ടി ചെലവഴിക്കുക? അതിപ്പോൾ ഈ മഴയും ഇതിൻ്റെ വെയിലും അങ്ങനെ ഒരു കാലാവസ്ഥയൊക്കെ അനുസരിച്ചാണ്. എന്നാലും ആഴ്ച ഒരു 2 ദിവസമെങ്കിലും എന്തായാലും അവർ പുറത്തിറങ്ങി. അടുത്ത് തന്നെയാണ് സ്കൂളും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സും വളരെ നന്നായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ശലഭോദ്യാനം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല മേഖല ഈ മത്സ്യകൃഷിയുടെ വെള്ളം തന്നെയാണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ചെടിക്ക്. ഗാന്ധിഭവനിലെ മറ്റേ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥ തലവന്മാർ, ഇപ്പോൾ സന്തോഷ് സാർ, അതോടൊപ്പം തന്നെ ഭുവനേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾ, നിങ്ങളെല്ലാം ഇവിടെ വരാറുണ്ടോ സാധാരണ? എല്ലാവരും പിന്നെ നമ്മൾ ഈ അന്തേവാസികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പലയിടത്തും പോയി ഇപ്പോൾ കാണാനും ഒക്കെയുള്ള സാധ്യതകൾ കുറവാണല്ലോ. അപ്പോൾ അതും അവരുടെ ഒരു മാനസികമില്ലാത്ത അമ്മമാരുണ്ട്. 1300ഓളം അന്തേവാസികളാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ ഉള്ളവർ. അപ്പോൾ അങ്ങനെ ഒരു അതും കൂടെ ഒരു ലക്ഷ്യമാണ് നമുക്ക്. അവർക്കിപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ ട്രിപ്പ് കൊണ്ടുപോയി അവരെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വരും വർഷങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ? നമ്മൾ തുടർന്ന് ഇവിടെ മാത്രമല്ല പല മേഖലകളിലും നമ്മൾ പല ഈ കൃഷി വകുപ്പ് KVK എല്ലാം നമ്മളുമായിട്ട് നന്നായി സഹകരിച്ച് പല പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴക്കൃഷിയുണ്ട്. അങ്ങനെ ഓരോരോ എല്ലാം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എല്ലാവിധ സഹായവും ഉദ്യോഗസ്ഥർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അമ്മമാരെയൊക്കെ ഉൾപ്പെടുത്തി ഷെൽട്ടർ ഹോമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ എല്ലാ വിവിധ ബ്രാഞ്ചുകളിലേക്ക് കൂടെ അത് വ്യാപിപ്പിക്കണമെന്ന് നമുക്കൊരു ആലോചനയുണ്ട്. ഓരം ചേർന്ന് ഉണ്ടമുളകിൻ്റെ കൃഷിയുണ്ട്. മനോജ് ഉൾപ്പെടെയുള്ള കർഷകരുടെ സംഘമാണ് അതിന് നേതൃത്വം നൽകുക. ഉണ്ടമുളക് 5 തരമുണ്ട്. വ്യത്യസ്ത ഇനത്തിലും വർണ്ണത്തിലുമായി നിരന്നങ്ങനെ നിൽക്കും. ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമാണ് മുളക് നട്ടിരിക്കുന്നത്. ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, മുട്ടത്തോട് ഇവയൊക്കെ ചേർന്നതാണ് ഉണ്ടമുളകിൻ്റെ പോട്ടിംഗ് മിശ്രിതം. അതൊക്കെ തരാതരം പോലെ നിറയ്ക്കുവാൻ മനോജ് ഉൾപ്പെടെയുള്ള സംഘമുണ്ട്. കൃഷി ഓഫീസർ സൗമ്യ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കും. 1-ാം തരം ഒരു മത്സ്യക്കുളം കൂടിയുണ്ട് ഗാന്ധിഭവനിൽ. 1/2 ഏക്കർ വരുന്ന മത്സ്യക്കുളത്തിന് 1.5 മീറ്ററോളം ആഴമുണ്ട്. ദീർഘചതുരാകൃതിയിലാണ് ഗാന്ധിഭവനിൽ മത്സ്യക്കുളം തീർത്തത്. ജലോപരിതലത്തിൽ കൂടി വായു അനായാസേന ഒഴുകി പ്രാണവായു സമൃദ്ധമാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പ്ലവകങ്ങൾ വളർന്ന് കുളം നിറഞ്ഞാൽ പിന്നീട് വിത്തുകൾ ഇറക്കുകയായി. ഭാരതീയ കാർപ്പ് മത്സ്യങ്ങളായ രോഹുവും കട്ലയും മൃഗാലുമൊക്കെയായിരുന്നു ഇത്തവണ പരീക്ഷിച്ചത്. 6 മാസത്തിനുള്ളിൽ തന്നെ 1 കിലോ തൂക്കമെത്തുന്ന മത്സ്യങ്ങളാണ് രോഹുവും കട്ലയുമൊക്കെ. ഒരു ചെറുകൊയ്ത്തിന് എപ്പോഴും പത്തനാപുരം ഗാന്ധിഭവൻ ഒരുങ്ങി നിൽക്കും. തീറ്റ എറിയുകയേ വേണ്ടൂ. ഓളപ്പരപ്പിൽ മീൻപലപ്പ് കാണാം. സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൂടിയാണ് കൃഷി. അക്കാര്യത്തിൽ ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജന് സംശയമേയില്ല. ഭിന്നശേഷി കുട്ടികളുടെ ഈ കൃഷിയിലേക്ക് വരുമ്പോൾ തന്നെ അവർ വേറൊരു രൂപത്തിലായി മാറുകയാണ്. സാധാരണ നമ്മൾ അവഗണിക്കുന്നൊരു വിഭാഗമാണ് ഭിന്നശേഷിയുള്ളവർ. പക്ഷെ അവരെ ഇത്തരത്തിൽ അതൊരു തെറാപ്പിയാണിത്. അപ്പോൾ അവർ കൃഷി ചെയ്ത് ആ കൃഷിക്ക് ഈ വർഷത്തിൽ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കൃഷിക്കുള്ള 2ാം സ്ഥാനം കിട്ടി. അതൊരു വലിയ ആവേശമായി. യഥാർത്ഥത്തിൽ ഇവരെ അത്തരത്തിലേക്ക് പ്രാപ്തമാക്കിയത് ലേബർ ഓഫീസറായി വിരമിച്ച ശ്രീമതി ഗീതയുണ്ട് ഇവിടെ.
ഗീതാ ഗാന്ധി ഭവനിലെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിച്ച് പ്രത്യേകമായി ചെയ്യുന്നു. നമ്മുടെ പത്തനാപുരത്തെ കൃഷി ഓഫീസർ ശ്രീമതി സൗമ്യ വേണ്ട സപ്പോർട്ട് ചെയ്യുന്നു. അത് കുട്ടികളെ സംബന്ധിച്ചൊരു വലിയ ഉല്ലാസമായി മാറിയിട്ടുണ്ട്. ഒന്നാം തരം ഒരാട് ഫാമും ഗാന്ധി ഭവനിൽ തീർത്തിട്ടുണ്ട്. തടിത്തട്ടുകളിലാണ് ആടുകളുടെ വാസം. ഒക്കെയും മലബാറി ഇനങ്ങൾ. കേരളത്തിൻ്റെ സ്വന്തം ഇനമാണ് മലബാറി ആടുകൾ. വർഷത്തിൽ 2 പ്രസവം എന്നതിന് പുറമെ ഒരു പ്രസവത്തിൽ 2-ലേറെ കുട്ടികൾ എന്നതാണ് മലബാറിയുടെ കണക്ക്. ഇതാ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ഓണപ്രസവം കണ്ടു. പച്ചക്കറിക്കും പൂക്കൾക്കുമെല്ലാമായി ഇത്തവണ ഭൂമി ഒരുക്കിയിരിക്കുകയാണ് ഗാന്ധി ഭവൻ. ഓണം വന്നു കയറിയപ്പോഴേക്കും അതിഥികളും ധാരാളം എത്തിത്തുടങ്ങി. കൃഷി കാണാനാണ് ഏറെയും പേർ. ഒപ്പം ചെണ്ടുമല്ലിപ്പാടത്ത് സെൽഫി എടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും എല്ലാവരും മത്സരിക്കുന്നുണ്ട്. കുട്ടികളും ഉദ്യോഗസ്ഥരും കൃഷി ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഗാന്ധി ഭവനെ അക്ഷരാർത്ഥത്തിൽ ഹരിതാപമാക്കിയിരിക്കുകയാണ് ഇത്തവണ ഓണക്കാലത്ത്. ചെണ്ടുമല്ലി പറിച്ചെടുക്കുവാനും വിളവെടുക്കുവാനുമൊക്കെയായി ധാരാളം പേർ ഒപ്പം കൂടുന്നുണ്ട്. പത്തനാപുരത്തെ വിപണിയെ പൂക്കളാൽ സമൃദ്ധമാക്കി ഇത്തവണ ഗാന്ധി ഭവനും ഓണത്തിന് ഒരുങ്ങി നിൽക്കുന്നു. നമ്മുടെ കേരളം ഹരിതാഭമാക്കുക, കൂടുതൽ കൃഷിയിലേക്ക്, അത് കുട്ടിക്കാലം മുതൽ പള്ളിക്കൂടങ്ങളിൽ മുതൽ കൊച്ചു കൊച്ചു കൃഷികൾ ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിൽ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെ ഈ കാർഷിക പദ്ധതികളെയും നമ്മൾ പുതിയ തലമുറ സ്വീകരിക്കുക. നമ്മൾ തന്നെ നമുക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് സംശുദ്ധിയോടെ പരിശുദ്ധിയോടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഒന്നുമില്ലാത്തവർക്ക് ദൈവം കൈനിറയെ സമ്മാനങ്ങളാണ് ഓണക്കാലത്ത് നൽകുന്നത്. ആകാശത്തു നിന്നും അത് ചൊരിയുമ്പോൾ ആ നന്മ ഏറ്റുവാങ്ങുവാൻ ആയിരങ്ങൾ ഭൂമിയിലുണ്ട്. നേരാം പത്തനാപുരം ഗാന്ധി ഭവനായി ഭാവുകങ്ങൾ.